യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? അത് നാം എടുക്കുന്ന വലിയ വലിയ തീരുമാനങ്ങളല്ല. അത് ഓരോ സിംഗിൾ ഡേയിലും നാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നേരം വെളുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നല്ല സക്സസ്, വിജയം എന്ന് പറയുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നാം കരഗതമാക്കുന്ന ഒന്നാണ്. ഹാബിറ്റ് ബൈ ഹാബിറ്റ് ആയിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒന്നാണ് സക്സസ് അഥവാ വിജയം എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാം ഡെയിലി ചെയ്യുന്ന ഓരോ സിംഗിൾ ഡേയിലും റിപ്പീറ്റഡ് ആയിക്കൊണ്ട് നാം നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, ടിനി തിങ്സ് നമ്മളുടെ ലൈഫിനെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറയുന്ന വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പല്ല് തേച്ചത് കൊണ്ട് നമ്മുടെ പല്ല് സ്ട്രെങ്തനും നല്ല ശക്തിയുള്ളതും ഫലമുള്ളതും ഗുണമുള്ളതും ഒക്കെ ആയിത്തീരുമെന്ന് നാം കരുതുന്നില്ല. ദിവസവും 2 നേരം അങ്ങനെ ഡെയിലി ബ്രഷ് ചെയ്ത് അങ്ങനെ വർഷങ്ങളായി നാം ചെയ്യുന്ന അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ പല്ലുകൾ ഇത്ര കൃത്യവും വ്യക്തവും ഫലമുള്ളതും ഗുണമുള്ളതും രോഗമില്ലാത്ത അവസ്ഥയിലും നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സക്സസ് എന്ന് പറയുന്നതും. നാം ഓരോ ദിവസവും ചെയ്യുന്ന, നിരന്തരമായി ചെയ്യുന്ന നമ്മുടെ സ്വഭാവങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ വിജയത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യമെന്ന് പറയുന്നത് നാം ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭാവി ഒളിഞ്ഞിരിക്കുന്നത് ഡെയിലി നാം ചെയ്യുന്ന നമ്മുടെ ഡെയിലി റൊട്ടീനിലാണ് എന്നതാണ് സത്യം. നിങ്ങൾ ജെയിംസ് ക്ലിയറിനെ കേട്ടിട്ടില്ലേ? അറ്റോമിക് ഹാബിറ്റ് എന്ന പുസ്തകത്തിന്റെ ഓതറാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ പറയുന്നത്, യു ഡോണ്ട് റൈസ് ടു ദ ലെവൽ ഓഫ് യുവർ ഗോൾസ്, യു ഫാൾ ടു ദ ലെവൽ ഓഫ് യുവർ സിസ്റ്റം എന്നാണ്. നിങ്ങൾ ജീവിതത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗോളുകളുടെ ലെവലിലേക്ക് നിങ്ങൾ ഉയരുന്നില്ല എന്നല്ല, നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൊട്ടീനിലുള്ള നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സുകളാണ് സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്, സിസ്റ്റമാണ് നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നർത്ഥം. ഇതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മുഖേന നമ്മൾ ദിവസവും ചെയ്യുന്ന, റിപ്പീറ്റഡ് ആയിക്കൊണ്ട് ഡെയിലി ചെയ്യുന്ന ആ ആക്ഷൻ, ആ ഭാഗത്തേക്കുള്ള ഒരു പുതിയ ന്യൂറൽ പാത്വേ സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയും നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാകുകയും ചെയ്യും. അത് ജസ്റ്റ് ലൈക്ക് നമ്മുടെ മസിൽസുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അത് സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ജിമ്മിൽ പോയി നല്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മസിലുകൾ പുതിയതായി രൂപപ്പെടുകയും അത് സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിക്കൊണ്ട് ഡെയിലി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന ഒരു പ്രവർത്തനത്തിലൂടെ അവിടെ ഒരു പുതിയ പാത്വേ ഉണ്ടാക്കുകയും ആ പാത്വേ നമ്മൾ റിപ്പീറ്റഡ് ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പാത്വേ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത്. ഈ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്, നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയാണ്, ഒരു കൂട്ടുപലിശയെ പോലെയാണ്. നമ്മൾ ഒരു തവണ അത് നിക്ഷേപിച്ചാൽ അത് പലിശയും പിന്നീട് അതിന്റെ കൂട്ടുപലിശയുമായി വർദ്ധിക്കുന്നത് പോലെ നമ്മൾ റിപ്പീറ്റഡ് ആയി ഒരു കാര്യം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു മാസീവായി ഇരിക്കും. ഒരു മാസീവ് റിസൾട്ട് നമുക്ക് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ഡെയിലി നമ്മൾ ഒരു 10 പേജ് വായിക്കുകയാണ് എങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് 3650 പേജ് അഥവാ ഏകദേശം 15 പുസ്തകത്തോളം വരുന്ന ഭാഗം നമുക്ക് വായിക്കാൻ കഴിയുകയും നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന അത്രയും അറിവുകൾ നമുക്ക് സ്വായത്തമാക്കാനും കഴിയും. ഒരു ദിവസം 5-10 മിനിറ്റ് എടുത്തുകൊണ്ട്, കേവലം മിനിറ്റുകൾ കൊണ്ട് നാം ചെയ്യുന്ന ആ ഒരു ചെറിയ കാര്യം ഒരു വർഷം കൊണ്ട് 3650ഓളം പേജുകൾ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയുകയും അത്രത്തോളം പുസ്തകങ്ങൾ വായിച്ച അറിവ് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് രേഖപ്പെടുത്തി വെക്കാനും നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാനും കഴിയും.
അതുപോലെ നമ്മൾ നേരത്തെ എണീക്കുന്ന ഒരു സ്വഭാവം രൂപപ്പെടുത്തിയെടുത്താൽ ഏറ്റവും ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന, അവെയർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയം നമ്മുടെ മോർണിംഗ് സമയത്ത് നമുക്ക് 1-2 മണിക്കൂർ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുന്ന ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള, പ്രകൃതി നിശബ്ദമായിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മൾ ഉണർന്നെണീറ്റ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന 2 മണിക്കൂറെങ്കിലും നമുക്ക് മോർണിംഗിൽ ലാഭിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഡെയിലി എക്സസൈസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും നമുക്ക് ഹെൽത്തി ആയിരിക്കാനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും ഈ ഡെയിലി ഉള്ള എക്സസൈസ് നമ്മളെ സഹായിക്കുന്നു. ആ സ്വഭാവവും നമ്മളെ വലിയ ഒരു വിജയത്തിലേക്ക് നയിക്കുന്നു. നാം ചെയ്യുന്നത് ചെറിയ 5-10 മിനിറ്റിന്റെ കാര്യമായിരിക്കും, പക്ഷെ ഡെയിലി അത് ചെയ്യുമ്പോൾ നമുക്കൊരു വർഷാവസാനം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന്റെ ബെനിഫിറ്റ് കൂടിയിട്ടുണ്ടാകും. അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ രൂപപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നൊക്കെ പറയുന്നത്. ദിവസം 3 കാര്യങ്ങൾ എഴുതുക എന്നതിനപ്പുറത്ത് വളരെ 1-2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ പണി നമ്മളെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആ ഒരു ജേർണൽ ഒന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ സമൃദ്ധിയിലേക്ക് നീങ്ങിയതായിട്ട്, ഇത്രമാത്രം സമൃദ്ധമാണ് തൻ്റെ ജീവിതം എന്ന പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്ത മാറിയിട്ടുണ്ടാകും. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളും അതിനൊപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാകും. ഡെയിലി നമ്മൾ ഒരു ചെറിയ സ്കില്ലോ ഒരു അറിവോ നേടിയാൽ അത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വലിയ ഉപകാരപ്പെടും. നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരു ചെറിയ സ്കില്ല്, വളരെ സ്മാർട്ട് ആയിട്ടുള്ളതും വളരെ സ്മാൾ ആയിട്ടുമുള്ള ഏതെങ്കിലും ഒരു സ്കില്ല് നമ്മൾ ഡെയിലി അങ്ങനെ നേടാൻ തീരുമാനിച്ചാൽ, അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു വർഷങ്ങൾക്ക് ശേഷം വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നാം എത്തപ്പെട്ടിരിക്കും. ഇതുപോലെ നമ്മുടെ സ്വഭാവം നെഗറ്റീവാണ് എങ്കിൽ നമ്മൾ ഉണർന്ന ഉടനെ തന്നെ ഫോൺ തിരയുന്ന തിരക്കിലാണ്, അത് കണ്ടെത്തിക്കൊണ്ടതിൽ സ്ക്രോൾ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് പിന്നീട് ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി എണീക്കുന്നത് തന്നെ, നമ്മുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു ഡിസ്ട്രാക്ഷനിൽ നിന്നായിരിക്കും, ഒരു തടസ്സത്തിൽ നിന്നായിരിക്കും. ഇതുപോലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നത്. അത് നമ്മുടെ എനർജി കുറയ്ക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ഫോക്കസിനെയും അതോടൊപ്പം കുറയ്ക്കുന്നു. അതുപോലെ തന്നെയാണ് ഡെയിലി ഇങ്ങനെ കംപ്ലൈന്റ്, ഏത് വിഷയത്തിലും കംപ്ലൈന്റ് പറയുന്ന ഒരാളായി നമ്മൾ മാറിയാൽ, അത് നമ്മുടെ ഒരു സ്വഭാവമായി മാറിയാൽ നമ്മൾ എവിടെ ചെന്നാലും ഏത് വിഷയത്തിലും അതിന്റെ പ്രശ്നങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. സൊല്യൂഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കുകയും, നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നെഗറ്റിവിറ്റിയിലേക്ക് പോകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് സ്വഭാവങ്ങളെ കുറയ്ക്കുകയും പകരം അതിനെ പോസിറ്റീവ് സ്വഭാവങ്ങളുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ശ്രമിക്കുക. അത് എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയുക എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ ചെറുതായിട്ട് ചെയ്യുക. സ്റ്റാർട്ട് സ്മാൾ. നമ്മളിപ്പോൾ ഒരു 100 പുഷപ്പ് ഡെയിലി ചെയ്താൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 100 പുഷപ്പ് ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും. എന്നാൽ 5 പുഷപ്പിൽ തുടങ്ങി അങ്ങനെ ഡെയിലി 5 ഉള്ളത് 6 ആക്കി 6, 7ലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ നമുക്ക് അതിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് പിന്നീട് നമുക്ക് പ്രയാസമില്ലാതെ തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ 100 സ്വപ്നം കാണുന്നതിന് പകരം ഒരു 5 നമ്മൾ സ്വപ്നം കാണുകയും അത് നമുക്ക് ആയാസകരമായി ഒരു പ്രശ്നവുമില്ലാതെ ചെയ്യാൻ കഴിയുന്നു എന്ന് തോന്നുമ്പോൾ അതിൽ എണ്ണം കൂട്ടുകയും ചെയ്യുക. അങ്ങനെ വലിയ ഗോളുകൾക്ക് പകരം ചെറുതായി അതിനെ കഷ്ണിച്ച് ഏറ്റവും ചെറിയ പീസിൽ തുടങ്ങി പിന്നെ നമ്മൾ അതിനെ ഏതെങ്കിലും ഒരു പുതിയ സ്വഭാവം നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിലവിൽ നമുക്കുള്ള ഒരു സ്വഭാവവുമായിട്ട് അത് അറ്റാച്ച് ചെയ്യുക. ഉദാഹരണത്തിന് രാവിലെ എണീറ്റ ഉടനെ തന്നെ വായ വൃത്തിയാക്കുന്നു, ബ്രഷ് ചെയ്യുന്നു. ബ്രഷ് ചെയ്താലുടൻ നല്ല ഒരു ചുടുവെള്ളത്തിൽ ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അപ്പൊ ആ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകുകയും നമ്മുടെ ബ്രെയിൻ അതിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ആ സ്വഭാവവും ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യും.
അതുപോലെ പുതിയ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് വിസിബിൾ ആക്കുക. നമ്മൾ നോക്കുമ്പോൾ അത് കാണുകയും നമ്മളെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക. ഉദാഹരണത്തിന് പുസ്തകം വായിക്കലാണ് നമ്മൾ തുടങ്ങുന്ന പുതിയ ഒരു സ്വഭാവമെങ്കിൽ പുസ്തകം നമ്മൾ കാണുന്ന രീതിയിൽ വൃത്തിയോട് കൂടിയിട്ട് അത് കാണുക. അപ്പോൾ നമ്മൾ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും പുസ്തകം വായിക്കുക എന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ എളുപ്പം എത്തിപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് റിവാർഡ് യുവർ സെൽഫ്. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നേടുമ്പോൾ നമ്മൾ സ്വയം റിവാർഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവാർഡ് നമ്മുടെ ശരീരത്തിന് നൽകുക. അത് നമ്മളെ വളരെ പോസിറ്റീവായി ആ സ്വഭാവത്തിലേക്ക് അടുപ്പിക്കുകയും അത് കൂടുതൽ പ്രചോദിതമായി ചെയ്യാനും നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ ഓരോ പുതിയ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ബ്രെയിനിനെ റീവൈർ ചെയ്തുകൊണ്ടും അതുപോലെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക, ലൈക്ക് ചെയ്യുക. ചാനൽ വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ ഓർക്കുക, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒന്നല്ല വിജയം എന്ന് പറയുന്നത്, ലൈഫ് ചേഞ്ചിങ് എന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ആക്ഷനുകൾ നാം ഡെയിലി റിപ്പീറ്റഡ് ആയിക്കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മൂലം ഉണ്ടാകുന്ന ന്യൂറോ പാത്വേകൾ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വാശി പിടിക്കാതെ പ്രോഗ്രസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിക്കൊണ്ട് ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി, നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നു മുതൽ തന്നെ ഒരു കാര്യം തുടങ്ങുകയും അത് കൺസിസ്റ്റന്റ് ആയി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.